ഈ ഷോൾ രണ്ടായിട്ട് മടക്കിയിട്ട് നിലത്ത് വിരിച്ചിട്ട് അവരുടെ ആദ്യരാത്രികളുടെ കട്ടിലൊക്കെ എന്ന് പറഞ്ഞ ഈ ഷോളാണ്. രാത്രി 2 മണിക്ക് പെൺകുട്ടികളാണ് കിടന്ന് തുള്ളുന്നത്, ബിയറും കുപ്പിയും പിടിച്ചിട്ട്. ശരിക്കും സെക്സ് എന്ന് തന്നെ പറയാം. കൊച്ചിയിലേക്ക് മക്കളെ അയക്കുന്ന ഓരോ പേരൻസും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ വീട് വിട്ട് പുറത്തു പോയി പിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ പെൺകുട്ടി പൂർണ്ണ നഗ്നയാണ്. ഈ ഇറുകിയ ജീൻസും ഒക്കെ എടുത്ത് ധരിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല. എന്റെ ഭഗവാനെ, എന്തൊക്കെയാണ് ഇങ്ങനെ? നിങ്ങൾ വെത്താൽ മതി. നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കോ 11 മണിക്കോ വന്നു കഴിഞ്ഞാൽ ചെമ്പിയുടെ കാട്ടിലുണ്ടാവും. ചെയ്യണം വൃത്തിയോടൊന്നും ഞാൻ സാറിൻ്റെ അടുത്ത് പറയില്ല. നമസ്കാരം. എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാനിപ്പോൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പേരൻസ് എന്തുകൊണ്ടോ അതത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം, ഒരാളും പറയേണ്ട ആവശ്യമില്ല. രാവിലെ ഒരു 11 മണിക്കൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേര് സ്കൂൾ യൂണിഫോമോടുകൂടിയാണ് ഇവിടെ ഉള്ളത്. ഈ കാട്ടില് +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ ചെമ്പിയുടെ കാട്ടിലുണ്ടാവും. ഈ കാട്ടിൽ വന്നിട്ട് അവിടെ കാടുകളുണ്ട്. ആ കാട്ടിലാണ്, അതിനകത്തുണ്ടാവും. ആ കാടിനുള്ളിൽ യൂണിഫോം ആയിട്ട് കുട്ടികളുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും പെൺകുട്ടികളും അതിനകത്തുണ്ട്. എന്ത് ചെയ്യാനാ? ഒരാളൊന്ന് കാണുന്നവർ കണ്ടിച്ചങ്ങോട്ട് പോകും, ഒരാളൊന്നും മിണ്ടത്തില്ല. മിണ്ടാനുള്ള നിയമം അവിടെ ഇല്ല. നിങ്ങൾ വെത്താൽ മതി. നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കോ 11 മണിക്കോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഈ റോഡ് പൂർത്തിയായിട്ടില്ല. ഈ റോഡ് പണി പൂർത്തിയായിട്ടില്ല. എന്ത് ശരിക്കും ഇവിടെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഈ രാത്രി ഇരുട്ട് പറ്റി എന്താ ഇവിടെ ചെയ്യുന്നത്? എനിക്കത് പറയാനും പറ്റില്ല. ഈ 2 പെൺപിള്ളേരാണ്. ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഈ പിള്ളേരൊക്കെ പൂർണ്ണ നഗ്നരായിട്ട് തുണിയൊന്നും എടുക്കാതെ അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളായിട്ടും മക്കളായിട്ടും ഭാര്യയായിട്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. മക്കളെ ഒന്നും രാത്രി പുറത്തിറക്കി വിടാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പം ഈ അമ്പടം തൊട്ട് അങ്ങേറ്റം വരെ 10-17 വയസ്സും ഒരു 22-23 വയസ്സ് വരെ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ഇവരെന്താ ഇവിടെ ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ചെയ്യണം വൃത്തിയോടൊന്നും ഞാൻ സാറിൻ്റെ അടുത്ത് പറയില്ല. അത് എനിക്ക് പറയാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 പെൺപിള്ളേരാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വിപത്തായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയണം, അതാണ് വേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ള ജില്ലകളിൽ നിന്നും ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും, കൊച്ചിക്കാരായിട്ടുള്ള കുട്ടികളൊന്നും അല്ല ഇത്. ഇവർ ഈ മലപ്പുറത്തു നിന്നോ അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്നോ കട്ടപ്പനയെന്നോ അല്ലെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ഇങ്ങനെയുള്ള ജില്ലകളിൽ നിന്നും മാതാപിതാക്കൾ ജോലിക്ക് വേണ്ടിയോ പഠിക്കുവാനോ ആയിട്ട് ഈ എറണാകുളത്തേക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെ അയക്കുകയാണ്. വൈകിട്ടായി കഴിഞ്ഞാൽ 8 മണി 9 മണി അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ലോകമാണ് കൊച്ചി. വാർത്തകൾ പുറത്തു വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കൊച്ചിയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് ഇവിടെ ഒരുപാട് അലമ്പുണ്ടാക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല സത്യം. അന്യ ജില്ലകളിൽ നിന്നും ഇവിടെ പഠിക്കുവാനായും ട്രെയിനി ആയിട്ടുമൊക്കെ ജോലിക്ക് വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇവരെ ഇവിടെ അഴിഞ്ഞാടുകയാണ് എന്നുള്ളതാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അടക്കം പറയുന്നത്. ഇതിനൊരു നിയന്ത്രണം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അച്ഛനും അമ്മയും ഇരിക്കുന്ന അങ്ങ് കോട്ടയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ തിരുവനന്തപുരത്തോ ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ മക്കൾ ഇവിടെ പഠിക്കുകയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് 5:30 വരെയുള്ളൂ അല്ലെങ്കിൽ 6 മണി വരെയുള്ളൂ അവരുടെ ജോലി സമയം. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഡേ ടൈമിൽ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇവരിവിടെ എന്ത് ചെയ്യുന്നു എന്നറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ ജീവിതം തകർന്ന് പെട്ടിയിലാക്കി ഇവരെ നാട്ടിലെത്തിക്കുമ്പോഴാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ചിന്ന ഭിന്നമായി അവന്റെ ജീവൻ വിട്ടുപോയി. എത്ര വലിയ അപകടമാണ് നിങ്ങളുടെ മക്കളെ കാത്തിരിക്കുന്നതെന്നുള്ളത് പേരൻസ് അറിഞ്ഞിരിക്കണം. കൊച്ചിയിലേക്ക് മക്കളെ അയക്കുന്ന ഓരോ പേരൻസും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ വീട് വിട്ട് പുറത്തു പോകുന്ന കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിച്ചിരിക്കണം. അപ്പോൾ മാത്രമേ നാട്ടുകാർക്കും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ നാട്ടുകാർ നിസ്സഹായരാണ്. നിങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളല്ല. നിങ്ങളുടെ ആരുടെങ്കിലും അടുത്തുള്ള വീടുകളിലെ കുട്ടികൾ ആരെങ്കിലും ആണോ ഇവര്? അല്ലല്ല, എല്ലാവരും പുറത്തുനിന്ന് വരുന്നതാണ്. ഇവരൊക്കെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. താമസിക്കണല്ലേ ഇവിടെ ഉള്ള പിള്ളേരല്ല, അത് മൊത്തം എല്ലാവരും പുറത്തുനിന്നുള്ളതാണ്. ഈ കണ്ണൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം അങ്ങനെയുള്ള ഇവിടെ രാത്രി 7 മണി മുതൽ ഉണ്ടാവും. രാത്രി ഇപ്പൊ ഈ സമയം മുതൽ വെളുപ്പിന് ചിലപ്പോൾ 6 മണിക്ക് വരെ ഇവിടെ ഉണ്ടാവും. ഈ റോഡിലേക്ക് കിടപ്പുണ്ടാവും. പുലർച്ചെ 6 മണി വരെയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ തൊട്ടടുത്തുള്ള ഒരാൾ, ഇവിടെ താമസിക്കുന്ന ഒരാൾ പറഞ്ഞു രാത്രി സമയത്ത് ഇതുപോലെ ഈ റോട്ടിൽ വന്നിട്ട് ഒരു ഫ്രണ്ട് ബൈക്കിന്റെ വീൽ ഇങ്ങനെ പൊക്കിയിട്ട് അവന്റെ കഴുത്തു അടക്കം ഇങ്ങനെ മുറിഞ്ഞ് പുറകോട്ട് പോയി. ആളെ ഓൺ ദ സ്പോട്ടിൽ കുറെ ആൾ മുന്നേ. അത് കുറച്ച് മുമ്പാണ്. അതെന്തായിരുന്നു? അടിച്ചു പോയതാണ്. അവിടെ മണ്ണ് റോഡ് ക്രോസ് ചെയ്തിട്ട് മണ്ണ് കൂട്ടിയിട്ടുണ്ടായി. അത് എനിക്കറിയില്ലായിരുന്നു. അവിടെ നേരെ ചെന്നിട്ട് മണ്ണ് തല ഇടിച്ചിട്ട് നേരെ മുടി കയറി താഴ്ത്തു. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പുലർച്ചെ 5 മണിക്ക് 6 മണിക്കൊക്കെ ഇവിടെ കിടപ്പുണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ മദ്യപാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് അതിനെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള വകുപ്പില്ല. പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വൈര്യമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം വെച്ച് നിങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുക്കാനൊന്നും നിങ്ങൾക്ക് ആവുന്നില്ലേ? പോലീസ് ഞങ്ങൾക്ക് ഇടയ്ക്ക് വരാറുണ്ട്, പോലീസൊക്കെ വരാറുണ്ട്. നമുക്കൊരു പരിധി ഉണ്ടല്ലോ ചെയ്യുന്നതിന്. അതിന് വേണ്ടപ്പെട്ടവർ ഉത്തരവാദിത്തമുള്ളവർ വന്നാലാണ് നമുക്ക് അതിൻ്റെ പുറകിൽ നിൽക്കാൻ പറ്റുള്ളൂ. പ്രദേശവാസിയുടെ ഒരാളോട് ചോദിച്ചപ്പോൾ ആളെന്നോട് പറഞ്ഞു മക്കളെ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിടാനോ ഈ കടയിലോട്ടൊന്നും വിടാനോ ആൾക്ക് പേടിയാണെന്ന് പറഞ്ഞു. രാത്രിയെ കഴിഞ്ഞു പേടിയാണ് എല്ലാവർക്കും. സ്ത്രീകൾ ഇവിടെ വെളുപ്പിന് നടക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ കൂടെയാണ് ഈ അംഗം കാണിക്കുക. അവരിത് കണ്ടാകെ പ്രയാസമാണ് അവർക്ക്. അവരുടെ മക്കൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മക്കളൊക്കെ നടക്കുന്നതല്ല അവിടെ. ഇങ്ങനെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ ഒരുപാട് കുട്ടികളാണ്.
ഭയങ്കര റേസിംഗും ബൈക്കിൽ പൊളിക്കുന്നു ഇങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് ഒരു പോലീസ് ഇപ്പോൾ നിരന്തരം ഉണ്ടാവേണ്ടല്ലേ? ഒരു പോലീസ് ഹെഡ് പോസ്റ്റോ വരണം പോലീസ് വരണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ ചുറ്റും വീടുകളാണ്, നല്ല രീതിയിൽ പോണതാണ്. അപ്പോൾ ഇവിടെ വൈകിട്ടാകുമ്പോൾ വന്നിരിക്കാനും ഇവിടെ വന്ന് ഈ ചായക്കടയിൽ ഈ ചായ കുടിക്കാനൊക്കെ വളരെ നല്ല ഫാമിലിയൊക്കെ വരും. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിലാണ് നടന്നു പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാണാം ഏത് പോസ്റ്റിൻ്റെ മുമ്പിലും അവിടെ ഇവിടെ കണ്ടു. ഇപ്പോൾ വരുമ്പോൾ കണ്ടു, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അവിടെ നിൽക്കണം, നമുക്ക് പോയി ചോദിക്കാൻ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെയും കോടതിയുടെ ഒക്കെ റൂൾ അനുസരിച്ച് നമുക്ക് അതിനകത്ത് പോയി ഇടപെടാൻ പറ്റില്ല. മെയിനായിട്ട് ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ മോശമായിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഇവര് മോശമായിട്ട് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മക്കളുടെ പ്രായമുള്ളവരാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും സെക്സ് എന്ന് തന്നെ പറയാം. നമുക്ക് അത് വേറെ കേസുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചെറിയ കുട്ടികളൊക്കെ ഇതിൽ നടക്കുമ്പോൾ ഇവർ കാണല്ലേ. നാട്ടുകാരെന്ന നിലയിൽ നമുക്ക് തടയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ്. നമ്മൾ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പിന്നെ പോലീസ് കേസ് എടുക്കും. പ്രദേശവാസികൾക്ക് തടയാൻ പറ്റാത്ത ഒരവസ്ഥ. ഇവിടുത്തെ നിയമം അവർക്ക് അനുകൂലമാണ്. പ്രദേശവാസികൾ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവരുടെ ആഘോഷ രീതികൾ? റോഡാ നടിക്കല്, ബീറടിക്കുക, റോഡിൽ കിടന്ന് തുള്ളുക, അതൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള പരിപാടി. രാത്രി എത്ര മണിക്കൊക്കെ ഇത്? രാത്രി 2 മണിക്ക് ഞാൻ എറണാകുളം പോയി തിരിച്ചു വരുമ്പോൾ അതിലെ പെൺകുട്ടികളാണ് കിടന്ന് തുള്ളുന്നത്. ബീറും കുപ്പിയും പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. എൻ്റെ ഭഗവാനെ, എന്തൊക്കെയാണ് കാണുന്നത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. 1 മണിയോട് അടുക്കുന്ന സമയമാണ്. നമ്മളിപ്പോൾ പോയ നിരത്തുകളിൽ ഒറ്റപ്പെട്ട് ബൈക്കുകൾ റോഡിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ആ ഒറ്റപ്പെട്ട് ബൈക്ക് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ബൈക്ക് ഇരിക്കുന്നിടത്തു നിന്നും കുറച്ച് താഴത്തായിട്ട് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാവും. ഈ റോഡിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള, മഴയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെളിയോ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ചുരിദാറിൻ്റെ കൂടെയുള്ള ഷോൾ ഉണ്ടല്ലോ, ഈ ഷോൾ 2ആയിട്ട് മടക്കിയിട്ട് നിലത്ത് വിരിച്ചിട്ട് ആ ഷോളിൻ്റെ മുകളിൽ ഇവരൊരു ആദ്യരാത്രി അങ്ങോട്ട്, അവരുടെ ആദ്യരാത്രികളുടെ കട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഷോളാണെന്നുള്ള പ്രദേശവാസികൾ തന്നെയാണ് പറയുന്നത്. ഒരുപാട് കേസുകൾ അവരോട് പിടിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ അത് ചോദ്യം ചെയ്യാൻ പേടിയാണ്. എക്സാമ്പിൾ സഹിതമാണ് പറഞ്ഞ് അവർ പറഞ്ഞു വെച്ചാൽ എൻ്റെ മുഖം നിങ്ങൾ കാണിക്കരുത്, നിങ്ങളിത് പറഞ്ഞു, പക്ഷേ ഇത് ക്യാമറയുടെ മുമ്പിൽ ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയോട് പറഞ്ഞാണ്. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും അവരുടെ കാമകേളികൾ അവർ ഈ ഷോളിൻ്റെ മുകളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കൃത്യമായിട്ട് പ്രദേശവാസികൾ 2-3 പേര് വന്ന് കയ്യോടെ നിങ്ങൾ പിടികൂടുകയാണ്. പിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ പെൺകുട്ടി പൂർണ്ണ നഗ്നയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഇറുകിയ ആ ടോപ്പും ജീൻസും ഒക്കെ എടുത്ത് ധരിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഇവർ കയ്യോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ബാഗിനുള്ളിൽ നിന്നും ഇവൻ്റെ പോക്കറ്റിനുള്ളിൽ നിന്നുമൊക്കെ ചെറിയ പൊടികൾ, മയക്കുമരുന്ന് ഇവനിൽ നിന്നും ഈ പെൺകുട്ടിയിൽ നിന്നും പിടികൂടുകയാണ്. അവസാന നിമിഷമാണ് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ കയ്യെ കാലയെ പിടിച്ച് മാപ്പ് പറഞ്ഞു. ഇവരവിടുന്ന് പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവർ പരാതി പറയുകയാണ്. നാട്ടുകാരെല്ലാം കൂടി ഞങ്ങളെ പിടിച്ചു, ആൾക്കൂട്ട വിചാരണ നടത്തി, എന്നെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോയി പോലീസിൽ പരാതി കൊടുക്കുന്നു. പിന്നീട് കളിയാകമാനം മാറുകയാണ്. അവർ പോലീസിനെ കൂട്ടിക്കൊണ്ട് നേരെ ഈ പ്രശ്നം നടന്ന സ്ഥലത്തെത്തുന്നു. ഓരോരുത്തരായിട്ട് കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. അവർക്കെതിരെ FIR വീഴുന്നു. അവർ റിമാൻഡിൽ അകത്തു പോകുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഞങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനൊന്നും ആരും തയ്യാറല്ല. ഞങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ വരാൻ തന്നെ എല്ലാവരും മടിക്കുകയാണ്. അങ്ങ് കട്ടപ്പനയിലോ അല്ലെങ്കിൽ ഇങ്ങ് കാസർഗോഡോ തിരുവനന്തപുരത്തോ ഒക്കെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങളുടെ മക്കൾ തെറ്റൊന്നും ചെയ്യില്ല, ഇവിടെ എറണാകുളത്ത് അവർ പഠിക്കുകയാണ്, അവർ അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രെയിനി ആയിട്ട് ഇവിടെ ഉണ്ട്, അവർ നല്ല മാർഗ്ഗത്തിലാണ് ചരിക്കുന്നത്, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ നല്ല മാർഗ്ഗത്തിലാണ് ചരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നടുങ്ങിപ്പോവും. ഇവിടെ വരുന്ന കുട്ടികളെന്ന് പറയുന്നത് ഇവർ രാത്രി സമയങ്ങളിൽ ഈ 7 മണി 8 മണിക്ക് ശേഷം ഇവർ മദ്യപിക്കുകയും മറ്റുള്ള എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റുകളാകാമോ അതെല്ലാം ഇവരിവിടെ അടിച്ച് പൊളിക്കുകയാണ്. ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളത് മാതാപിതാക്കൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. ഇനിയെങ്കിലും നിങ്ങളുടെ മക്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കണം. അല്ലെങ്കിൽ പുതിയൊരു തലമുറ തീർച്ചയായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോയാൽ വഴിതെറ്റി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം.